കേസ് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ജോബുമായിട്ടാണ് ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിളായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സാധാ പോലെ റെക്കോർഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത ഫയലിനെ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ഏണിങ്സ് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാറ്റ്ഫോമുമായിട്ടാണ് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. വളരെ സിമ്പിളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് ഗൂഗിളിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി വളരെ സിമ്പിളായിട്ട് ആ ഒരു ഹെൽപ്പ് ഫയൽ ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മുഴുവനായിട്ട് അറിയേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണാം. വളരെ സിമ്പിളായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം നല്ലൊരു വരുമാനം നിങ്ങൾക്ക് ഒരു വർക്ക് ഫ്രം ഹോം വീട്ടിലിരുന്നു കൊണ്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും കണ്ടോളൂ. ഒരിക്കലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു നഷ്ടം ആവില്ല, ഒരു സമയം നഷ്ടമാവാതിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതിനേക്കാൾ നല്ല ഏണിങ്സ് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഐറ്റം ആപ്ലിക്കേഷനുമായിട്ട് ഇനിയും നമ്മൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടാനും അതോടൊപ്പം തന്നെ മാക്സിമം എൻജോയ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകാനൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോം ഇതുപോലത്തെ പ്ലാറ്റ്ഫോമുകൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ 3 ടൈപ്പ് ഓഫ് ജോബുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഓഡിയോ ട്രാൻസ്ക്രിപ്ഷനാണ് മെയിനായിട്ട് ഒന്ന് വരുന്നത്. അതിൽ വരുന്നത് നമ്മൾ ജസ്റ്റ് സ്പീച്ച് ഇൻറ്റു ടെക്സ്റ്റ് പിടിച്ച് ഇൻഡസ്ട്രി അഥവാ നമ്മൾ ജസ്റ്റ് സ്പീച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓഡിയോ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നിങ്ങൾ സംസാരിക്കുന്ന അഥവാ അവർ മീറ്റിങ്ങിൽ സംസാരിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഓഡിയോ ഫയൽസ് നമുക്ക് അയച്ചു തരും. ആ ഒരു ഓഡിയോ ഫയൽസ് നമ്മൾ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് ഒരു ടെക്സ്റ്റ് ഫയലാക്കിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ മറ്റൊന്ന് വരുന്നത് മെഷീൻ ലേണിംഗ് ആണ്. അഥവാ സെഗ്മെൻറ്റ്സ് അതിൻ്റെ ഇതിനനുസരിച്ച് മെഷീനായിട്ട് അതിൻ്റെ റെക്കോർഡിംഗ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. വോയിസ് റെക്കോർഡിംഗ് ആണ്. അവർ അയച്ചിരുന്ന ലാംഗ്വേജ് ട്രെയിൻ സ്പീച്ച് ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു ഭാഷയിൽ സ്പീച്ച് ചെയ്തുകൊണ്ട് ക്ലാസ്സിൽ സ്പീച്ച് ചെയ്യുന്നൊക്കെ ഉണ്ടല്ലോ, അതുപോലെ സ്പീച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വോയിസ് റെക്കോർഡായിട്ട് ചെയ്യാം. പിന്നെ അതോടൊപ്പം തന്നെ ട്രാൻസ്ലേഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ ജോബ് തന്നെയാണ് അവിടെ വീണ്ടും കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കിത് ഫ്രീലി വീട്ടിലിരുന്നു കൊണ്ടാണ് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ചെറിയ ചെറിയ സ്റ്റെപ്സുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിവിടെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൈനപ്പ് തന്നെയാണ്. ജസ്റ്റ് സൈനപ്പ് ചെയ്യും. അതിനുശേഷം അവർ അസസ്മെൻറ്റ് നമ്മൾ സൈനപ്പ് ചെയ്ത് ഡാറ്റാസ് വെച്ച് അസസ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ട്രെയിനിങ് തരും. പിന്നെ സ്റ്റാർട്ട് വർക്കിംഗ് ആണ്. അതിന് പിന്നെ ഗെറ്റ് പെയ്ഡ്, പേപ്പാലും പെയിനറാണ് നമുക്കിവിടെ പേയ്മെൻറ്റ് മെത്തേഡുകൾ വരുന്നത്. അഥവാ പേപ്പാലാണെങ്കിലും പൊയിനറാണെങ്കിലും നമ്മൾ രണ്ടും ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ട് എങ്ങനെയാണ് പേപ്പാൽ യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ പേപ്പാലിലൂടെ ഡെയിലി എങ്ങനെ ഒരു വരുമാനം നേടിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ആപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ ഇനിയും പേപ്പാൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുക. ചാനൽ ഒരുപാട് നല്ല ഒരു ബിസിനസ് പേപ്പാൽ അക്കൗണ്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സാധാ പോലെ എല്ലാ വീഡിയോ കണ്ട് നോർമലായിട്ടൊരു പേപ്പാൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതിലേക്കൊന്നും വന്നിട്ട് കാര്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ബിസിനസ് ടൈപ്പ് ഓഫ് പേപ്പാൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറക്കണ്ട, അത് വീഡിയോ കണ്ടുകൊണ്ട് പേപ്പാൽ അക്കൗണ്ട് ഇല്ലാത്തവർ മാത്രം ആ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് ഇത് നമുക്ക് കാര്യങ്ങൾ. ഇതിന് ഓരോരുത്തർ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ടൈം കാര്യങ്ങളൊക്കെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം ആവശ്യമായിട്ട് വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇനി നമുക്ക് ജസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്ത് എങ്ങനെയാണ് ഏൺ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ സ്റ്റെപ്പിലേക്ക് പോകാം. അതിന് മുന്നേ നമുക്കിവിടെ ഒരു സൈനപ്പ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ബിക്കം എ ഫ്രീലാൻസർ എന്നുള്ള ഒരു ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ മഞ്ഞ കളറിൽ ഇവിടെ കാണാനായിട്ട് പറ്റും. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് പോകുന്നത്. ഈ ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ ഡാറ്റാസ് കൊടുക്കുന്നു. ആ ഡാറ്റാസാണ് അവർ അനലൈസ് ചെയ്തുകൊണ്ട് അവർ കൊടുത്തിട്ടുള്ള ഡാറ്റാസിനെ അവർ അനലൈസ് ചെയ്യും. ആ അനലൈസ് ചെയ്ത ഫോം നിങ്ങൾക്ക് അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, അഥവാ ഈ ജോബ് തരുന്ന ആൾക്കാർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇവിടെ ചെറിയ കാര്യങ്ങൾ മാത്രമേ കൊടുക്കാനുള്ളൂ. നിങ്ങളുടെ ഡീറ്റെയിൽസ് അഥവാ സിമ്പിളായിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം, ഫുൾ നെയിം അഥവാ നിങ്ങളുടെ ഫുൾ നെയിം ആയിട്ടുള്ള കാര്യം മുഴുവനായിട്ടും കൊടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള കൊടുക്കുക. കാരണം ഇതൊരു വർക്ക് ഫ്രം ഹോം ആണ്. ഒരു കമ്പനി സെലക്ട് ചെയ്യുന്നതാണ്. ഒരു ഇൻ്റർവ്യൂ പോലത്തെ ഒരു ഇതിലേക്കാണ് ഇത് പോവുക. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡെയിലി ഒരു വർക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് മാർക്കറ്റിൽ ഒരുപാട് ജോബുകളുണ്ട് ഇതേപോലെ ഓഡിയോ ഫയൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. എനിക്ക് തന്നെ ഡെയിലി ഇതേപോലെ പേയ്മെൻറ്റ് ഉള്ള ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. പക്ഷേ പേയ്മെൻ്റ് ഒന്നും കൊടുക്കാതെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം.
അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് നമ്മൾ ഒരുപാട് ജോബുകൾ പറഞ്ഞു. അതിൽ ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്, ട്രാൻസ്ലേഷൻ ഉണ്ട്, വോയിസ് റെക്കോർഡിംഗ് ഉണ്ട്, വോയിസ് ഓവർ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് കോപ്പി റൈറ്റിംഗ് അഥവാ ഒരു കോപ്പി ചെയ്ത് സംഭവം റൈറ്റ് ചെയ്ത കോപ്പി റൈറ്റിംഗ്, ട്രാൻസ്ലേഷൻ ഇതുപോലെ തന്നെ സംഭവങ്ങളാണ്. പിന്നെ സബ് ടൈറ്റിലിങ്, കണ്ടൻറ് എഡിറ്റിംഗ് ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ടിക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് അത് ടിക്ക് ചെയ്യുക. മാക്സിമം ടിക്കിങ് വരിക, കാരണം അവർക്ക് എപ്പോഴും കുറച്ച് ആൾക്കാർക്ക് സാലറി കൊടുക്കുന്നതായിരിക്കും അവർക്ക് എപ്പോഴും ഇഷ്ടം. അതുകൊണ്ട് തന്നെ അത് മാക്സിമം കൊടുക്കുക. പിന്നെ ലാംഗ്വേജ് വൺ യു ആർ പ്രൊഫഷനിസ്റ്റ് അഥവാ ഏറ്റവും നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള മദർ ടങ് ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് 1, 2, 3 അഥവാ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദിയൊക്കെ കൊടുത്ത് മാക്സിമം ലാംഗ്വേജുകളുടെ ഇടയിൽ കവർ ചെയ്യുക. അതാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഡാറ്റാസ് ജസ്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു. ഞാൻ എൻ്റെ ഡാറ്റാസായിട്ട് കൊടുക്കുന്നത് ഇവിടെ ഫസ്റ്റ് പ്രിഫറൻസിൽ തന്നെ ഇംഗ്ലീഷ് കൊടുക്കുക. ഇംഗ്ലീഷ് ഈസ് എ കോമൺ ലാംഗ്വേജ്, സോ നമുക്ക് ഇംഗ്ലീഷ് കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടി ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് കൊടുക്കുന്നത് നന്നാവുക. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ലാംഗ്വേജ് അറിയെങ്കിൽ, എനിക്ക് ഹിന്ദി കുറച്ചൊക്കെ അറിയും, ഹിന്ദി കുറച്ച് അറിവിൻ്റെ പുറമെയാണ് ഞാൻ കൊടുക്കുന്നത്. ഹിന്ദി, ഉറുദു ഇതൊക്കെ നമുക്ക് ഒരു സെയിം ലാംഗ്വേജ് ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അറിയെങ്കിൽ ഏതെങ്കിലും വേറെ ലാംഗ്വേജ് അറിയെങ്കിൽ അതും കൊടുക്കുക. ഓക്കെ, ഞാൻ അറിയുന്ന ലാംഗ്വേജുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ഇംഗ്ലീഷ് ഇതിൽ ഫുള്ളായിട്ട് കൊടുത്ത് ജസ്റ്റ് സബ്മിറ്റ് കൊടുക്കുകയാണ്. ജസ്റ്റ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ODOP രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേറൊരാൾക്ക്, വീട്ടിലൊരാൾക്ക് കൂടി നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ വീണ്ടും സബ്മിറ്റ് അനദർ റെസ്പോൺസ് എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് വീണ്ടും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ തിരിച്ചു വരുന്ന ഫയലിൽ ഇങ്ങനെ നമുക്ക് ഈ ഒരു വർക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടാനുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഡാറ്റ എൻട്രി ജോബും അവൈലബിൾ ആണ്. താഴെയുള്ള ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ഡാറ്റ എൻട്രി ജോബ് എന്ന് കാണാനായിട്ട് പറ്റും. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡാറ്റ എൻട്രി ജോബ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് മേൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഈ ഒരു ചാനൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഭാഗമായിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിയുന്ന ഒരുപാട് ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, മിസ് ചെയ്യേണ്ട. അതിൽ കയറി നിന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റ് കോഡുകളും മറ്റൊക്കെ കിട്ടി, അല്ലെങ്കിൽ ടാസ്കുകളും ഗീവ് അവേഴ്സൊക്കെ കിട്ടിയിട്ട് അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് ഡെയിലി ഇതിൻ്റെ പുറമെ ഒരു വരുമാനം ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഡെയിലി ടാസ്കുകളുണ്ട്, ഓരോ വീഡിയോക്കും ഓരോ ടാസ്കുകൾ വെച്ച് നമ്മൾ ഗ്രൂപ്പിൽ ഡെയിലി കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാനും നല്ല രീതിയിൽ ഏൺ ചെയ്യാനും പറ്റും. അപ്പോൾ അതാണ് നമുക്ക് ഇനി നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ മാക്സിമം ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്തുകൊണ്ട് അതിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ലൈക്ക് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വെക്കുക. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.